കള്ളവോട്ട് പരാതി വ്യാപകമായി തന്നെ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. കുന്നുകുഴി, തൃക്കണ്ണാപുരം, ഫോർട്ട് എന്നിവിടങ്ങളിലാണ് കള്ളവോട്ട് നടന്നതായി പരാതി ഉയരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടുമഠം ചേരുകയാണ്. അഖിൽ, നമുക്കറിയാം രാവിലെ മുതൽ തന്നെ യന്ത്രത്തകരാറ് മൂലമുള്ള ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കള്ളവോട്ട് വിവാദങ്ങൾ അല്ലെങ്കിൽ കള്ളവോട്ട് പരാതികൾ വ്യാപകമായി തന്നെ ഉയർന്നു വരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? ദേവിക, സംസ്ഥാനത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഭരണപക്ഷത്തിനെതിരെ പ്രത്യേകിച്ചും CPM-നെതിരെ കോൺഗ്രസും BJP-യും ഒക്കെ തന്നെ ഉന്നയിച്ചിരുന്നതാണ് ഇരട്ട വോട്ടിപ്പും അതുപോലെ തന്നെ കള്ള വോട്ടും നടത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് ആദ്യഘട്ടം തന്നെ അവരൊരു പ്രതികരണം നടത്തിയിരുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ രാവിലെ തന്നെ ആറ്റിങ്ങലിൽ പോത്തങ്കോട് ഒരു ശാരദ അമ്മയുടെ വോട്ട് കള്ളവോട്ടായി രേഖപ്പെടുത്തിയതായി ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ മണക്കാട്, തിരുവനന്തപുരം നഗരസഭയിലെ കുരിയാത്തി വാർഡിലെ മണക്കാട് ഗേൾസ് ഹൈസ്കൂളിൽ നടക്കുന്ന വോട്ടെടുപ്പിലാണ് 147ാമത്തെ ബൂത്തിൽ രാജേഷ് എന്ന് പറയുന്ന ആളുടെ കള്ളവോട്ട് നടന്നിരിക്കുന്നത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നതിലേക്കായി ഉച്ചയ്ക്ക് എത്തുന്ന സമയത്താണ് തന്റെ വോട്ട് ആരോ വന്ന് രേഖപ്പെടുത്തി പോയതായി അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം പോർട്ട് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്കും ഒക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയാലും ആദ്യം രേഖപ്പെടുത്തിയ കള്ളവോട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു പോകുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇപ്പോൾ വോട്ട് നഷ്ടപ്പെട്ട രാജേഷ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോ രാജേഷ്, നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ വരുന്ന സമയത്താണ് നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. എന്താണ് നിങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസറുമായി സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത്? ആദ്യം പറഞ്ഞത്, ഞാൻ ഇലക്ഷൻ ID കൊണ്ടാണ് വന്നത്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. എനിക്ക് 45 ഇയേഴ്സ് കഴിഞ്ഞു. ഇന്ന് വരെ ഒരു വോട്ട് പോലും മിസ് ചെയ്തിട്ടില്ല. സംവിധാനത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പല തമിഴ്നാട്ടിലും കേരളത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇലക്ഷന് പോലും മിസ്സാവാതെ വോട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ വോട്ട് എനിക്കിഷ്ടമുള്ള നേതാവിനെ കൊടുക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ രാവിലെ ഞാനും അച്ഛനായിട്ട് വന്നത്. അച്ഛൻ പ്രായം ചെന്ന ആളായതുകൊണ്ട് പ്രത്യേക ക്യൂ കാരണം അച്ഛനകത്തോട്ട് വിടുകയും അച്ഛൻ്റെ വോട്ട് കഴിഞ്ഞതും എൻ്റെ വോട്ട് പതിക്കാൻ പറയുകയും ചെയ്തു. ആ സമയത്താണ് ആൾറെഡി ഈ വോട്ട് നേരെ രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞതും. പ്രസിഡന്റ് ആളുടെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വെച്ചാൽ ആധാർ കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞു. ആധാർ കാർഡ് കൊണ്ടുവന്നപ്പോൾ അവർ ടെൻഡർ വോട്ട് ഇടാൻ പറഞ്ഞു. അപ്പോൾ ടെൻഡർ വോട്ടിൻ്റെ പ്രാധാന്യം ഈ വോട്ടിനെ സംബന്ധിച്ച് ഒന്നുമല്ല. അതായത് ഈ പറഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ടെൻഡർ വോട്ട് എന്ന് പറഞ്ഞാൽ 2 സ്ഥാനാർത്ഥി ഈക്വൽ വോട്ടാവുകയും ഒരു നിശ്ചിത വോട്ടിന് താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ടെൻഡർ വോട്ടിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5000 മുതൽ 10000 വോട്ട് ലീഡിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എൻ്റെ വോട്ട് ടെൻഡർ വോട്ട് കൊടുത്തിട്ട് യാതൊരു ഇതുമില്ല. ഞാൻ ടെൻഡർ വോട്ട് ഇടില്ലെന്ന് പറയുകയും അതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള സമീപവാസികൾ എല്ലാ പാർട്ടിയിലെ ആൾക്കാരും എൻ്റെ കൂടെ വരികയും റിട്ടേണിംഗ് ഓഫീസറിനെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ എൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ തന്നെയാണ് റിട്ടേണിംഗ് ഓഫീസറിനെ കംപ്ലയിൻറ്റ് കൊടുക്കുക. ആദ്യം അവർ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ അവർ എൻ്റെ പ്രഷർ കാരണം അവർ സ്വീകരിച്ച് റിട്ടേണിംഗ് ഓഫീസർ കംപ്ലയിൻറ്റ് കൊടുക്കുകയും അവർ അതിന് മേൽ ആക്ഷൻ എടുക്കാമെന്നും പറഞ്ഞു. ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റ് വേണമെങ്കിൽ വായിക്കാം. ഞാൻ ഇന്ന് രാവിലെ 12 മണിക്ക് 147ാമത്തെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനായി വന്നപ്പോൾ എൻ്റെ വോട്ട് മറ്റൊരാൾ രേഖപ്പെടുത്താനായി പ്രൊസീഡിംഗ് ഓഫീസർ പറഞ്ഞു. അതുകൂടാതെ എൻ്റെ വോട്ട് വേണമെങ്കിൽ ടെൻഡർ വോട്ടായി രേഖപ്പെടുത്താൻ എന്ന് പറഞ്ഞു. എൻ്റെ സംവിധാന അവകാശം ഹനിക്കുന്ന രീതിയിലാണ് അവിടെ നിന്ന് കിട്ടിയ മറുപടി. എൻ്റെ വോട്ട് രേഖപ്പെടുത്തിയ ആളിനെ വെബ് ക്യാമറ വഴി തിരിച്ചറിയാനും അതിന്മേൽ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറിന് കൊടുത്ത കംപ്ലയിൻ്റാണ്. ഈ കംപ്ലയിൻറ്റിൻ്റെ ഒരു പതിപ്പും കൂടാതെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ സ്ലിപ്പുമാണ് തോന്നുന്നത്. ഇന്ന് എനിക്കുണ്ടായ ഹാനി, അതുപോലെ ഇതുപോലെ ജെന്യൂനായിട്ട് വോട്ടിടാൻ വരുന്ന ആൾക്കുണ്ടായ അവസ്ഥ വേറെ ആൾക്കും വരാതിരിക്കാനും എൻ്റെ വോട്ട് കള്ള വോട്ടായി രേഖപ്പെടുത്തിയ ആൾക്കെതിരെ നല്ല ആക്ഷൻ എടുക്കാനും അത് ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. കൂടാതെ ഇന്നും പലയിടത്തും ഇലക്ഷൻ വോട്ടെടുക്കുന്ന 65%, 70%. കാരണം പലരും വോട്ടിന് അത്ര പ്രാധാന്യം കൊടുത്താൽ കാണുന്നത്. ഞാൻ ഈ പരാതി പറയാൻ കാരണം ഞാൻ വോട്ടിനെ അത്രത്തോളം മുകളിൽ പ്രാധാന്യം കൊടുത്ത് കാണുന്നതുകൊണ്ടാണ് ഞാൻ പരാതിക്കായിട്ട് ഈ അസിസ്റ്റന്റ് റിട്ടേൺ ഓഫീസറിനെയും ഫോർട്ട് പോലീസ് സ്റ്റേഷനെ സമീപിച്ചത്. ടെൻഡർ വോട്ട് ചെയ്യാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ കേസുമായി മുന്നോട്ട് പോയി കോടതിയെ സമീപിച്ച് അല്ലെങ്കിൽ പുതിയൊരു വോട്ട് തന്നെ രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ടെൻഡർ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ സംവിധാനത്തിന് നിഷേധിക്കുന്നതിന് തുല്യമാണ് ടെൻഡർ വോട്ട്. ഈ ടെൻഡർ വോട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ സംവിധാനത്തിന് നിഷേധിക്കുന്നെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്ത ശേഷം ടെൻഡർ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ നമ്മളോട് BJP-യുടെ നേതാവ് യാഗ ശ്രീകുമാർ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ CPM-ന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നതെന്ന് BJP നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. വലിയ ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആറ്റിങ്ങലിലുണ്ടായിരുന്നു, പല ജില്ലകളിലുണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് തന്നെ തൃക്കണ്ണാപുരം അടക്കമുള്ള നഗരസഭാ പരിധിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളത്. ഇതിനെങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? അല്ല, നമ്മളിപ്പോൾ ഒരു വോട്ട് മാത്രം തിരിച്ചറിഞ്ഞാണ്. ഇതുപോലെ എത്രയോ വോട്ടുകൾ തിരുവനന്തപുരം അല്ലെങ്കിൽ ആറ്റിങ്ങൽ പോലെ കേരളത്തിലെ പല കോൺസ്റ്റിറ്റ്യുവൻസിലും നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായ നേരത്തെ തന്നെ
തന്നെ കാരണം ഇന്ന് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇടത് തരംഗം ഉണ്ടാവും എന്ന്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള വികാരം ഇതായിരിക്കാനാണ് സാധ്യത. ഒരു ടാക്ടിക്സ് ഉണ്ട്, കൃത്യമായ ഒരു അജണ്ടയുണ്ട് അവർക്ക്. കാരണം ഡബ്ലിംഗ് വോട്ടുകൾ, അത്തരം കാര്യങ്ങളെല്ലാം വളരെ പ്ലാൻഡ് ആണ്. ഇതൊരു ഒരിടത്ത് മാത്രം സംഭവിച്ചത്, എത്രയോണം നടന്നതിൽ ഒരെണ്ണം മാത്രമാണ് ഇന്നിപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു സാധനം കൈയോടെ പിടികൂടിയെന്ന് കേട്ടു. പക്ഷേ ഇതൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അങ്ങനെ പോയി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വിഷമം തോന്നുന്നതാണ്. അയാൾ തന്നെ പറഞ്ഞു കേട്ടില്ലേ, അയാൾ ഇത്രയും കാലത്തിനിടയ്ക്ക് അയാൾക്ക് വോട്ട് രേഖപ്പെടുത്തി ഒരു വോട്ട് പോലും മിസ് ചെയ്തിട്ടില്ല ഈ 45 വർഷത്തിനിടയ്ക്ക്. അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഭയങ്കര പരിതാപകരമാണ്. ഈ ദേവിക ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ മഹോത്സവമായ തെരഞ്ഞെടുപ്പ്, അതിൽ ഏറ്റവും മനുഷ്യന്റെ അവകാശമാണ്. 5 വർഷം കൂടുമ്പോൾ വിരൽത്തുമ്പിൽ പതിക്കുന്ന മഷി, ആ മഷി ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ആ മഷി കൊണ്ട് ഈ രാജ്യത്തിന്റെ നീതിബോധത്തെ, ഈ രാജ്യത്തിന്റെ വികസനത്തെ, അങ്ങനെ പറയാവുന്നതെല്ലാം അടങ്ങുന്ന ആ നീതിബോധത്തെയാണ് ഹനിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമ്മളോടിപ്പോൾ രാജേഷ് സൂചിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വോട്ട് നടക്കുന്നുണ്ട് എന്ന ആക്ഷേപം BJP ഉന്നയിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വീട്ടുകളിൽ പോയിട്ടുള്ള 80 വയസ്സിന് മുകളിലുള്ള അമ്മമാരുടെയൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനിടയിൽ വ്യാപകമായ ക്രമക്കേട് കണ്ണൂരും കാസർഗോഡും ഒക്കെ നടത്തിയെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതിനു പിന്നാലെയാണ് പോളിംഗ് ദിവസത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കൃത്രിമം കാട്ടുന്നത്, കള്ള വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക.